പെരുമ്പളം ദ്വീപ് കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നൊരു ദ്വീപാണ് പെരുമ്പളം ദ്വീപ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതുവരെ ഇങ്ങോട്ട് കരമാർഗം ആർക്കും എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല. ബോട്ടിലും ജങ്കാറിലൊക്കെ ആയിരുന്നു ഇവിടെയുള്ള ആളുകൾ അപ്പുറത്തേക്ക് കടന്നിരുന്നത്. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഈ ഒരു അടിപൊളി പാലം വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നാട്ടിലെ നാട്ടുകാർ മൊത്തം ചിരിച്ച മുഖവുമായിട്ട് ഇരിക്കുന്നത് കാണുന്നത്. അതായത് എല്ലാവരുടെ മുഖത്തും ആ ഒരു സന്തോഷം കാണുന്നുണ്ട്. പെരുമ്പളത്തെ ജനങ്ങൾ മാത്രമല്ല, കേരളം ഒന്നാകെ ഈ ഒരു മാറ്റം കാണാൻ പോകുന്നതേയുള്ളൂ. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പളം പാലത്തിന് മുകളിലാട്ടോ. പെരുമ്പളം പാലം അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിനാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിലേക്കാണ്, വെറും 10,000-ലധികം ആളുകൾ താമസിക്കുന്ന ദ്വീപിലേക്ക് ഇതാ നമ്മുടെ ഈ ഒരു 100 കോടി രൂപ മുടക്കിയിട്ടുള്ള ഒരു അടിപൊളി പാലം. ഏതായാലും പാലത്തിന്റെ പണികൾ യാഥാർത്ഥ്യമായിട്ട് ഇതിലൂടെ ഇപ്പുറത്തേക്ക് ആളുകൾ പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. നാളെയാണ് ഇതിന്റെ ഉദ്ഘാടനം. നമ്മൾ ഏതായാലും ഇതിനായിട്ട് വന്നതല്ല, വേറെ വശത്ത് നമ്മളെ ആലപ്പുഴ ഭാഗത്തേക്കും അതേപോലെ കൊല്ലം ജില്ലയിലെ ദേശീയപാതയുടെ വീടെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്കൽ ഇപ്പോൾ ഏതായാലും ഇതിന്റെ ഉദ്ഘാടനം നാളെ ഉണ്ടല്ലോ, അങ്ങനെ വന്നതാണ്. ഏതായാലും പാലത്തിന്റെ പണികളെല്ലാം കഴിഞ്ഞു, എല്ലാവരും ഹാപ്പിയാണ്. പെരുമ്പളത്തുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സന്തോഷത്തിലാട്ടോ, എല്ലാവരും ഹാപ്പിയാവും. ചേട്ടനൊക്കെ ചിരി കണ്ടോ എത്ര കാലം ബോട്ടിലൂടെ അങ്ങനെ സഞ്ചരിച്ച ആളുകളാണ്, ഇപ്പൊ കണ്ടില്ലേ. ഹാപ്പി ആയിരിക്കും. പൂത്തോട്ട പെരുമ്പളം പാലം കൂടി വന്നു കഴിയുമ്പോൾ ഒരു കണക്ഷൻ വന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വട്ടവേലി പാലം കൂടി ചേട്ടൻ പോലെ ഇവിടെ ചേട്ടന് ഈ മുഖം ഒന്ന് നോക്കിയാണ് നിങ്ങൾ, നിഷ്കളങ്കമായ മുഖം, ഹാപ്പിയായി കണ്ടോ, ചിരി കണ്ട. എത്ര വയസ്സായി? 63 വയസ്സിനടുക്കാണ് ആദ്യമായിട്ട് തന്നെ ഈ പാലം വരുന്നത്. കണ്ട ഇതുപോലെ എത്ര ആളുകൾ ആ ഒരു ആഗ്രഹം കൂടി നിറവേറ്റട്ടെ. ഓക്കെ ഏതാക്കട്ടെ ലോക്. ഞാൻ പറഞ്ഞ പോലെ ഈ നാട്ടിലെ ജനങ്ങൾ മൊത്തം സന്തോഷത്തിലോട്ടോ. അതായത് ചെറിയ മക്കളോടൊക്കെ ഇതിനെപ്പറ്റി പാലത്തിനെ പറ്റി ചോദിക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം സ്കൂളിലേക്ക് പോകാൻ ബോട്ട് കാത്തു നിൽക്കണം. പിന്നെ രാത്രി 7 മണിക്ക് ശേഷം ബോട്ട് സർവീസ് ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടമൊക്കെ വന്നാൽ ബോട്ടുള്ള സ്വന്തമായിട്ട് വഞ്ചിയുള്ള ആളുകൾക്കൊക്കെ പോകാൻ പറ്റുന്നല്ലാതെ മറ്റുള്ള ആളുകൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അതിനൊക്കെ ഒരു മാറ്റം ആ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഏതായാലും ഒരുപാട് കാലം, അതായത് ദ്വീപ് ഉണ്ടായ അന്ന് മുതൽ, ദ്വീപിൽ താമസം തുടങ്ങിയ അന്ന് മുതൽ അവിടെയുള്ള ആളുകൾ ബോട്ടിലും ജങ്കാറിലും മാത്രമായിരുന്നു അങ്ങോട്ട് പോയിരുന്നത്. അതേപോലെ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതും ജങ്കാറിൽ ലോറി കയറ്റിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വഞ്ചിയിലൊക്കെ കൊണ്ടുവരാം. എന്താല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ് ആ ഒരു സന്ദർഭമൊക്കെ. നട്ടപ്പാതിലേക്ക് എന്തെങ്കിലും അസുഖമായിട്ട് തോണി കാത്ത് നിൽക്കുക, വണ്ടി ഉണ്ടായിട്ട് വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഏതായാലും പാലത്തിൻ്റെ മുകളിൽ ബിറ്റുമിൻ സ്പ്രേ ചെയ്തിട്ടുള്ളൂ, ടാറിങ് കഴിഞ്ഞിട്ടില്ലേ. ഇവിടെ ഇങ്ങനെ ഭായിമാർ കളർ ചെയ്യുന്ന പണികളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ മുകളിൽ നിന്ന് ഡ്രോണിൽ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ ടാർ ചെയ്ത മാലൊക്കെ തോന്നും, പക്ഷേ ഇത് ബിറ്റുമിൻ സ്പ്രേ ചെയ്തതാണ്, മാസ്റ്റിക് അല്ല. മാസ്റ്റിക് പാഡോ സാധനങ്ങളോ ഇതിൽ ഒട്ടിച്ചിട്ടില്ല. പാലത്തിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത ആളുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, പോയി കണ്ടോളൂ. അന്നത്തെ പെരുമ്പളം, ആ പെരുമ്പളത്തെ ആളുകളുടെ ജീവിത രീതി ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടെടുക്കുകയാണ്. ഇതേപോലെ സർക്കാർ ബോട്ടുകൾ, ഈ ബോട്ടിലായിരുന്നു പ്രദേശത്തെ ആളുകൾ ജോലിക്ക് പോയിരുന്നതും സ്കൂളിലേക്ക് പോയിരുന്നതും. എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ആംബുലൻസ് ബോട്ടുകൾ ആശ്രയിക്കണം. പെരുമ്പളം ജെട്ടി ടു പെരുമ്പളം അതായിരുന്നു സർവീസ് കേട്ടോ. അന്ന് നമ്മൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. മഴത്തൊക്കെ ഈ ഒരു ജങ്കാറിലും ബോട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള ആളുകളായിട്ടുള്ള നമുക്ക് ചിലപ്പോൾ കാറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചെറിയൊരു ആശങ്ക ഉണ്ടാകും. ഇവരൊക്കെ നിത്യ ജീവിതത്തിൽ, അതായത് ഈ ജനിച്ച അന്ന് മുതലേ ഇങ്ങനെയുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ ഇതാണ് ബോട്ടിലുള്ള യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. ഏത് പുറത്തുനിന്ന് ഒരു ദിവസത്തിന് കാണാൻ വരുമ്പോൾ, അല്ലാതെ ഡെയിലി ഈ ബോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ലോറി ഈ ജങ്കാറിൽ കയറ്റിയിട്ട് അങ്ങനെയാണ് അപ്പുറത്തേക്ക് എത്തിക്കൽ. അതേപോലെ ചെറിയ സാധനങ്ങൾ, കുറച്ച് സാധനം ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതേപോലത്തെ ചെറിയ വഞ്ചികളിൽ, ചെറുതും വലുതുമായിട്ടുള്ള വഞ്ചികളിൽ സാധനം കയറ്റിയിട്ട് അപ്പുറത്തേക്ക് തുഴഞ്ഞു പോകുക. മോട്ടർ ഉണ്ട് കേട്ടോ, തുഴഞ്ഞു പോകണ്ട, ചെറിയ വഞ്ചികളാണ് തുഴയുള്ളൂ. അപ്പം ഇത്രയും ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഈ പെരുമ്പളത്തെ ആളുകൾക്ക്. ബുദ്ധിമുട്ട് ഏറിയെന്ന് പറയുമ്പോൾ നമുക്കത് പുറത്തുനിന്ന് കാണുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നുള്ളൂ. പക്ഷെ നട്ടപ്പാതിലേക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു കേസ് ഉണ്ടാകുമ്പോൾ, നമ്മളൊന്ന് ആലോചിക്കുകയാണ് ഈ ആംബുലൻസ് ബോട്ട് ആ ഒരു ഡ്രൈവറെ തപ്പി പോയി, അയാൾ വന്നു ഇവിടുന്ന് അപ്പുറത്തേക്ക് കരയിലേക്ക് എത്തിച്ചു, അവിടുന്ന് വണ്ടി വിളിച്ച് പോവുക. ഏതായാലും പെരുമ്പളത്തെ ജനങ്ങൾ ഇപ്പോൾ ഹാപ്പിയാണ്. മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വന്നപ്പോൾ അന്നതാ പാലത്തിൻ്റെ കോലം ഇങ്ങനെ ആയിട്ടുണ്ട്. പാലത്തിൻ്റെ എല്ലാ പണികളും അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്രോച്ച് റോഡിൻ്റെ 2 സൈഡിലുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ മാത്രമായിരുന്നു ബാക്കി. പക്ഷേ ഇന്ന് എല്ലാ പണികളും കഴിഞ്ഞു, അപ്പുറത്തേക്ക് വാഹനങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ പാലത്തിൻ്റെ മുകളിൽ ബിറ്റുമിൻ ചെയ്യുന്ന പണികൾ ബാക്കിയുണ്ട്. പാലം അങ്ങോട്ട് ഇറങ്ങി
എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് ദ്വീപിലേക്ക് പാലത്തിൻ്റെ മുകളിലൂടെ വരുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 7 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ ഇങ്ങനെ ഒന്നല്ല, കാട് മൂടി കിടക്കായിരുന്നു. ഇപ്പോൾ എവിടെ ഉണ്ടാ നന്ദുവിൻ്റെ രുചിക്കൂട്ട് ഇവിടെയൊക്കെ മാറിട്ടോ. നമ്മൾ അന്ന് കണ്ട പെരുമ്പളല്ല ഇന്നത്തെ പെരുമ്പളം. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. റോഡിൻ്റെ ആ ഒരു പണി കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ ഹോട്ടലുകളും തട്ടുകടകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് 6-ാം തീയതിയാണേ. ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഉദ്ഘാടനം അതിൻ്റെ വൈക്ക് പോയിക്കോട്ടെ, നമ്മളതിമക്ക് പോകണ്ട. ഇവിടെ കണ്ടെങ്കിൽ നല്ല മാറ്റം കേട്ടോ. ഞാനൊരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്നെന്ന് എടുത്ത വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പഠിക്കൽ സ്റ്റോർസ്. ഇവിടെ അതിനുശേഷം ഒരു മാറ്റം വന്നു. ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇവിടെ റിസോർട്ടോ കാര്യങ്ങളൊക്കെ വന്നാൽ ഇപ്പോൾ കണ്ട രാപ്പകൽ ഹോം സ്റ്റേ. ഏതായാലും ഈ ഒരു പാലം വന്നതുകൊണ്ട് ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി നല്ല നല്ല ഹോട്ടലുകൾ, അതായത് നല്ല നാടൻ ചോറും മീനും അതേപോലെ ഇലയിലൊക്കെ ഊണ്, അങ്ങനത്തെ നല്ല നല്ല നമ്മളെ ടൂറിസത്തിനെ ആകർഷിക്കണം നല്ല നല്ല കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ 2-3 ഫുഡ് സ്പോട്ട് വന്നാൽ തന്നെ മതി. നല്ല മീൻ പൊരിച്ചത്, നല്ല മീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് 2-3 കടകൾ വന്നാൽ ഈ പാലം കയറിയിട്ട് ആളുകൾ വരും. ഏതായാലും ഇതിൻ്റെ ഉൾഭാഗത്തുള്ള, അതായത് ഈ ദ്വീപിലുള്ള റോഡുകൾ ഇതുപോലത്തെ വീതിയില്ലാത്ത റോഡുകളാണ്. കാരണം ഒരു PWD റോഡോ കാര്യങ്ങളോ ഇവിടെ ഇല്ല. ഇങ്ങനത്തെ ഈ ഒരു പഞ്ചായത്ത് റോഡുകൾ മാത്രമാണ് ഉള്ളത്. ഒരുപാട് ആളുകൾ പാലം 2 വരിയിലാണ് ഇപ്പോഴും നിർമ്മിച്ചിരിക്കുന്നത്. 4 വരിയിൽ നിർമ്മിച്ചുകൂടായിരുന്നോ എന്നൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. ഈ ഒരു ദ്വീപിലേക്ക് വന്നിറങ്ങിയാൽ ഇതുപോലത്തെ പഞ്ചായത്ത് റോഡുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു പാലം 4 വരിയിൽ നിർമ്മിക്കാത്തത്. ഇവിടെ ആകെ 10,000-ലധികം ആളുകൾ മാത്രമേ ഉള്ളൂ. ഇനി അപ്പുറത്തേക്ക് ഒരു കണക്ഷൻ പാലം വേറൊരു ദ്വീപിലേക്ക് കണ്ട് കൊടുത്തുക എന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ ഇൻട്രോയിൽ ചേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു പാലം കൂടി വന്നാൽ പെരുമ്പളത്തിൻ്റെ ദ്വീപ് വേറെ ലെവലാകും. പിന്നെ ഈ ഒരു ദ്വീപിൽ വലിയ കെട്ടിടങ്ങൾക്ക് അനുമതി കിട്ടുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. കാരണം നോക്കുകയാണെങ്കിൽ ഫുൾ ഇങ്ങനത്തെ ഈ ഒരു ഭൂമിയാണ് ഈ ഒരു പാലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ. അപ്പം ഹട്ടുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേ കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ല സ്കോപ്പുള്ളൊരു സ്ഥലം തന്നെ ആയിരിക്കും പെരുമ്പളം ദ്വീപിലുള്ള ആളുകളോ പെരുമ്പളം ദ്വീപിനോട് ചേർന്നിട്ടുള്ള അരുവിക്കുറ്റി അതേപോലെ ആ ഒരു പരിസരത്തുള്ള ആളുകളോ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചോളി. നല്ല അടിപൊളി ഇലയിൽ ഊണും മീൻ പൊരിച്ചതും നല്ല വെറൈറ്റി മീനിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുക എന്നുണ്ടെങ്കിൽ മലപ്പുറത്തുള്ള ആളുകൾ തേടി വരും. മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾക്ക് ആ ഒരു ചെറിയൊരു പിരാന്തുണ്ട്. നല്ല ഭക്ഷണം എവിടെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഫാമിലി അടക്കം അവർ തേടി വന്നോളും. അപ്പോൾ നിങ്ങൾ നല്ല ഫുഡ് കൊടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളി, ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് തേടി വരും. എങ്ങനെയുണ്ട് പാലം, ചേട്ടൻ്റെ വീട്, ആടുകൾ, പാത്തുമ്മയുടെ ആട്, അവിടെ കുട്ടികൾ അടിക്കുന്നു. എന്താണ് ഏതാ ലൊക്കേഷൻ? നെണ്ടുമടയൊക്കെയാണ്. നെണ്ടുമടയാണോ പാമ്പിൻ്റെ മടയാണോ? നല്ല കാറ്റാട്ടോ, നല്ല തണുത്ത കാറ്റ്. പാലത്തിന് മുകളിലും നല്ല കാറ്റുണ്ട്. വൈകുന്നേര സമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അധികം ട്രാഫിക് ഇല്ലാത്തൊരു പാലാണ് ഈ ഒരു പാലം. എന്താ സെറ്റപ്പ് വരും. ചേട്ടനക്ക് വഞ്ചി, ഇനി വഞ്ചിൻ്റെ ആവശ്യമില്ല, ഇനി കാറ് മതി. ആടുകൾ, കുഞ്ഞാടുകൾ, വണ്ടി, ഇനി കാറാണ്. കാറോ വലിയ വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. ഓക്കെ. ഏതായാലും ഇവരുടെയൊക്കെ ജീവിതത്തില് ഒരു മാറ്റം ഇനി കാണാൻ പറ്റും ഈ ഒരു പാലം വന്നുകൊണ്ട്. കാരണം പെട്ടെന്ന് എത്തിപ്പെടാൻ നിങ്ങളെ വണ്ടിയില്ലേ, നിങ്ങൾ ജങ്കാർ വഴിയില്ലെങ്കിൽ അങ്ങനെ വന്നിരുന്ന ആളുകളെ വീട്ടുമുറ്റത്ത് പാലം. ഇനി ഇവിടെ വേറെ ഇതും കൂടി ഉണ്ട്, മേലെ കയറ്റിയോ ഹോം സ്റ്റേ റിസോർട്ടോ ഇതാണ്. ഇവിടെ നല്ല സൗകര്യം ഉണ്ടല്ലോ. ഓ എന്താ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിസരത്തൊക്കെ. അപ്പൊ ഇനി ചേട്ടൻ്റെ പേരെന്തിന്? സ്മിതേഷ്. ഏതായാലും ഉഷാറാട്ടെ. ഞാൻ മലപ്പുറത്ത് നിന്ന് വരാം ഇതിന് വീഡിയോ ചെയ്യാൻ വേണ്ടി. ഓക്കെ. അപ്പൊ സ്മിതേഷ് ചേട്ടൻ ഹാപ്പിയാണ്. ചേട്ടൻ്റെ ലൈഫ് സ്റ്റൈൽ ഇനി മാറും. ചേട്ടൻ്റെ മാത്രമല്ല ഈ ഒരു പെരുമ്പളത്തുള്ള ആളുകൾക്ക് മൊത്തം ലൈഫ് സ്റ്റൈൽ മാറാൻ പോവുകയാണ്. ഇനി നോക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ആകുമ്പോൾ ഹട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് ഫസ്റ്റ് നിങ്ങളത് കയറി വരുമ്പോൾ തന്നെ നിങ്ങളതാണല്ലോ. ഇവിടെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട്, പാലത്തിൻ്റെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. എന്നാ ശരി. ഈ ആടൊക്കെയാണ്, നോക്കണൊക്കെയാണ് ആട്. അതാ പാല് കുടിക്കുന്ന കുഞ്ഞാടുകൾ. നല്ലൊരു അന്തരീക്ഷം കേട്ടോ, പീസ്ഫുൾ അന്തരീക്ഷം. പിന്നെ ഈ ഒരു നല്ല പ്രഷറുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി കൂൾ ആൻഡ് കാം ഏരിയയാണ് ഈ പെരുമ്പളം കേട്ടോ. വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള കേരളത്തിലെ കായലിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് പെരുമ്പളം പാലം. പാലത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് കുറേ വളവള അടിച്ച് വിട്ടതാണ്. വെള്ളാട്, കറുത്താട്. ഏതായാലും
പെരുമ്പളത്തെ ജനങ്ങളുടെ ജീവിത രീതി ഇനി മാറും. പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. സ്കൂളിലേക്ക് പോകുന്ന മക്കൾക്ക് ഇനി ആ ഒരു കറക്റ്റ് സമയത്ത് സ്കൂളിലേക്ക് ഇറങ്ങിയാൽ മതി. മറ്റേത് ബോട്ട് മിസ്സായാൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഇനി നടന്നിട്ട് പാലം മുറിച്ചടന്നിട്ട് സ്കൂളിലേക്ക് പോകാൻ പറ്റും. ഏതായാലും പെരുമ്പളം ദ്വീപിലുള്ള ജനങ്ങളും ഈ ദ്വീപിനോട് ചേർന്നിട്ടുള്ള അരൂക്കുറ്റി, അരൂര് ആ ഭാഗത്തുള്ള ആളുകളൊക്കെ അവരുടെ കയ്യിൽ എന്താണോ വാഹനം, ആ ഒരു വാഹനമൊക്കെ എടുത്ത് ഫാമിലിയും അവർ ചെറിയ മക്കളെ കണ്ടെങ്കിൽ സൈക്കിളിൽ ഇങ്ങനെ പാലത്തിലൂടെ ഇങ്ങനെ ചിരിച്ചിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ആവേശത്തോടെ പോകുകയാണ്. എല്ലാവരുടെ മുഖത്തും ആ ഒരു സന്തോഷം കാണുന്നുണ്ട് കേട്ടോ. കാരണം ഒരു നാട്ടിലെ ആൾക്കാരെ എല്ലാവരുടെ മുഖത്തും ഈ ഒരു പാലം വരുന്നതിനെ പറ്റി ചോദിച്ചാൽ അവരെല്ലാം ഹാപ്പിയാണ്. ചിരിച്ചിട്ടുള്ള ഉത്തരമാണ് അവരുടെ കയ്യിൽ നിന്നുള്ളത്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ചേച്ചിനോട് സംസാരിച്ചിരുന്നു. ചേച്ചിയുടെ മകന് എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. പക്ഷെ ഇങ്ങോട്ട് വരാൻ ദിവസവും ഇങ്ങോട്ട് വന്നു പോകാനുള്ള മടിക്ക് ആകെ ഇവിടുന്ന് 26 കിലോമീറ്റർ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ചേക്കണം, 26 കിലോമീറ്റർ ഉള്ളൂ മകൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഉള്ള ദൂരം. പക്ഷെ ഡെയിലി വന്നു പോകുന്നില്ല. ഇനി അവൻക്ക് ഡെയിലി വീട്ടിൽ വന്ന് പോകാം. അമ്മ ഉണ്ടാക്കുന്ന ചോറും തിന്നാണ്ട് രാത്രി വരിയിൽ കിടന്നുറങ്ങും ചെയ്യാം. ഏതായാലും സുഹൃത്തുക്കളെ, പെരുമ്പളത്തുള്ള ജനങ്ങൾ മാത്രമല്ല ഇതിൻ്റെ ഗുണം അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലുള്ള ആളുകൾ മൊത്തം ഇത് അനുഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനി വരുന്ന തലമുറയും ഇത് അനുഭവിക്കുന്നതായിരിക്കും. ഏതായാലും പാലം വന്നോട് കൂടിയിട്ട് പെരുമ്പളത്തെ ആളുകളുടെ യാത്രാ പ്രയാസം അവസാനിച്ചിരിക്കുന്നു. ഇനി ടൂറിസം കൂടി വന്നാൽ പെരുമ്പളം ദ്വീപ് വേറെ ലെവലിലാകുന്നതാണ്. ഏതായാലും വെള്ളത്തിനാൽ ചുറ്റപ്പെട്ട പെരുമ്പളം ദ്വീപ്, ഇനി അത് നമുക്ക് വെള്ളത്തിനാൽ ചുറ്റപ്പെട്ട ദ്വീപ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇനി അങ്ങോട്ട് എളുപ്പത്തിൽ എത്തിപ്പെടാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും അപകടങ്ങളും എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെരുമ്പളത്തുള്ള ജനങ്ങൾക്ക് ഇനി സുഖമായിട്ട് പാലം മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് എത്തിപ്പെടാൻ പറ്റും. പെരുമ്പളം ഇനി ഒറ്റപ്പെട്ട ദ്വീപല്ല. ഇതാണ് പെരുമ്പളത്തിൻ്റെ അവസ്ഥ കേട്ടോ. ഇവിടുന്ന് അപ്പുറത്തേക്ക് ഒരു ദ്വീപും കൂടി ഉണ്ട്. അപ്പുറത്തേക്കും കൂടി ഒരു കണക്ഷനായിട്ടുള്ളൊരു പാലം വന്നാൽ വേറെ ലെവലായി. ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ. 10,000-ലധികം ആളുകൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. വലിയ റോഡുകളോ കാര്യങ്ങളോ ഈ ഒരു ദ്വീപിലില്ല. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എന്തായാലും ഈ ഒരു ദ്വീപിൽ അനുമതി കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഫുള്ളിങ്ങനെ വെള്ളവും ചളിയൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ റിസോർട്ട് അതേപോലെ ഹട്ടുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. ഈ പാലം വന്ന് ചേരുന്ന സ്ഥലം ഇതാണ് പെരുമ്പളം. അപ്പുറത്ത് പെരുമ്പളം കവല പറഞ്ഞ സ്ഥലമുണ്ട്. ആ ഒരു വാല് പോലെ അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ ഫുള്ള് ചളിയാണെന്ന് തോന്നുന്നു. ഈ അവിടെ ഒരു വെള്ള പൊട്ട് കാണുന്നുണ്ടെങ്കിൽ അതാണ് പെരുമ്പളം കവല കേട്ടോ. അവിടെയാണ് ജങ്കാർ സർവീസ് ഉള്ളത്. ഇനി പാലം വന്നുകൊണ്ട് ജങ്കാർ സർവീസ് നിർത്തി വെക്കുമെന്ന് അറിയില്ല. എന്തായാലും ബോട്ട് സർവീസ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഗ്രാമ വണ്ടികൾ, ചെറിയ ബസ്സുകളുണ്ടല്ലോ, ചെറിയ ബസ്സുകൾ ഇങ്ങോട്ട് സർവീസ് തുടങ്ങിയെന്നുണ്ടെങ്കിൽ നല്ല സുഖം ആളുകൾക്ക്. പിന്നെ ബോട്ട് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ബസ്സാകുമ്പോൾ പെട്ടെന്ന് പോയി വരും ചെയ്യാം. പക്ഷേ എപ്പോഴും ബസ് ഉണ്ടാവില്ല. ബോട്ടിൻ്റെ സമയം വേറെ, ബസ്സിൻ്റെ സമയം വേറെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോട്ട് സർവീസ് നടത്താൻ പറ്റും. ഏതായാലും തുടക്കത്തിൽ ആ ഒരു ചേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പെരുമ്പളം പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇതിന് മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു നാടിൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നം ഇവിടെ പൂവണിഞ്ഞത് കൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം ഹാപ്പിയാണ്. ഞാനും ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണെന്ന് കരുതുന്നു. നിങ്ങൾ ഹാപ്പിയായ സ്ഥിതിക്ക് വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളിട്ടോ. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. ഓക്കെ, ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ. ജയ് ഹിന്ദ്.